വിവാദ ചിത്രം കേരള സ്റ്റോറിയുടെ പ്രദർശനവുമായി നിർമ്മാതാക്കൾ മുന്നോട്ട്. ബംഗാളിലും മുംബൈയിലും ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങി. ഇതിനിടെ കോടതിയലക്ഷ്യ ഹർജി നൽകാൻ പരാതിക്കാരന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. ടിക്കറ്റ് വിൽപ്പനയ്ക്കുള്ള ശ്രമം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ശ്യാം ദേവരാജ്. നമ്മുടെ രാജ്യത്ത് നിയമപരമായ കാര്യങ്ങളിൽ ഹയസ്റ്റ് അതോറിറ്റിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആരെയാണ്? ജുഡീഷ്യറിയാണ്. അവിടെയാണ് നിയമം സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അവസാന വാക്ക്. അതിൽ നിന്ന് മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ ഈ രാജ്യത്തുള്ള ഒരു പൗരനും അവകാശമില്ല. അതിപ്പോൾ മന്ത്രി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ഏത് കൂടിയ കൊമ്പത്തിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അനുസരിച്ചേ മതിയാവുകയുള്ളൂ. കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയുടെ പ്രദർശനം കോടതി സ്റ്റേ ചെയ്തതാണ് ഇന്നലെ. എന്നിട്ട് അതുപോലും മാനിക്കാതെ, കോടതിയെ ബഹുമാനിക്കാതെ, അനുസരിക്കാതെ തോന്നിയ പോലെ ഇവർ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാവരും ആ ഒരു പാത പിന്തുടരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ട്രക്ചർ തന്നെ ഇല്ലാണ്ടാകും. ഇത് എങ്ങോട്ടാണ് ഈ നമ്മുടെ നാടിൻ്റെ പോക്ക്?